ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയ അഭിഷിക്തന്മാർ, സഹോദരങ്ങൾ, കൂടപ്പിറപ്പുകൾ, സുഹൃത്തുക്കൾ, നിങ്ങളെല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും ദൈവകൃപയോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഒരു പുതിയ പ്രഭാതം നമുക്ക് ദൈവം ദാനമായി തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എത്ര പേർ ഇന്ന് പകലിലും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നു. ദൈവത്തിന്റെ ആ വലിയ കരുതൽ ഓർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. കഴിഞ്ഞ രാത്രിയുടെ നിദ്രയിൽ പ്രവേശിച്ച അനേകം പേർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഒരു ദിവസം കൂടി നമുക്ക് ദൈവം ദാനമായി തന്ന അവന്റെ പാദപീഠത്തിൽ ഇരിക്കുവാൻ, അവന്റെ വചനത്തെ ധ്യാനിക്കുവാൻ, അവനോട് കൂടെ ചേർന്നിരിപ്പാൻ, ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ ആവശ്യങ്ങളെ വിളിച്ചു പറയുവാനൊക്കെ സ്വർഗം തന്നിരിക്കുന്ന മഹാഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളൊക്കെ നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും കൂടി ആയിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെ ഓർത്ത് ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുവാൻ സ്വർഗം എനിക്കും തരുന്ന നല്ല ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ വടക്കേന്ത്യയുടെ ഒരു ഗ്രാമത്തിനകത്താണ്. എൻ്റെ മിഷൻ ഫീൽഡുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. എൻ്റെ മിഷൻ ഫീൽഡിനെയൊക്കെ ഓർത്ത് നിങ്ങളും പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. തുടർമാനമായി ഈ ദിവസങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസ ജീവിതത്തെക്കുറിച്ചാണ്. ക്രിസ്തീയ ജീവിതത്തിന്റെ അടിത്തറ ഒന്നാമത്തെ പ്രാർത്ഥനയാണ്, രണ്ടാമത്തത് വിശ്വാസമാണ്. ആമേൻ. വിശ്വാസമില്ലാതെ നമുക്ക് ഒരിക്കലും ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളുടെ മെസ്സേജുകളൊക്കെ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പൊ വിശ്വാസ ജീവിതം നയിക്കുമ്പോൾ വിശുദ്ധിയും വേർപാടും വേണം. അവൻ ദൈവത്തിന്റെ വാക്കുകളെ നമ്മൾ ശ്രദ്ധയോടെ കേൾക്കണം. അവൻ പറഞ്ഞിരിക്കുന്ന വചനത്തെ അതേപടി പഠിച്ച് പരിപാലിച്ച് അതനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ക്രിസ്തീയ ജീവിതം നമ്മളിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഖ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് പറഞ്ഞു. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. അവൻ ഈ പശ്ചാത്തലം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അവൻ യായിറോസിന്റെ ഏക മകളുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് യേശുവിനെ ക്ഷണിച്ച് യേശു വരുന്ന വഴിയിൽ വെച്ച് അവൻ താമസിച്ചത് കൊണ്ട് പള്ളി പ്രമാണിയുടെ വീട്ടിനകത്തു നിന്നും ഒരാൾ വന്ന് പറഞ്ഞു, മകൾ മരിച്ചുപോയി, ഇനി ഗുരുവിനെ അസഖ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഗുരു എന്ന വാക്കിന്റെ അർത്ഥം, ഗു എന്ന വാക്കിന്റെ സംസ്കൃത പദം ഇതാണ്, ഇരുട്ടെന്നാണ്. രു എന്ന വാക്കിന്റെ സംസ്കൃത പദം ഇതാണ്, വെളിച്ചമെന്നാണ്. ഇരുട്ട് മാറ്റി വെളിച്ചം തരുന്നവനെയാണ് ഗുരു എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഏത് ഡാർക്ക്നെസ് ഏരിയക്കകത്താണോ നമ്മൾ ആയിരിക്കുന്നത്, നമ്മൾ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഇരുട്ടിനെ വെളിച്ചമാക്കി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഇന്ന് പകൽക്കാലം ആ യേശുവിനെ അസഖ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന് പള്ളിപ്രമാണിയുടെ ബന്ധു എന്ന് പറയുമ്പോൾ യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് പറഞ്ഞു, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞ് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്കെതിരായിട്ട്, നിങ്ങളുടെ മിനിസ്ട്രിക്കെതിരായിട്ട്, നിങ്ങളുടെ കുടുംബത്തിനെതിരായിട്ട്, ലോകത്തിലെ എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾ ഉത്തരം പറയാൻ പോകരുത്. യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. ആ വാക്ക് എന്താണ്? അത് അവിശ്വാസത്തിന്റെ വാക്കാണ്, അത് വിശ്വാസത്തിന്റെ വാക്കല്ല. അതുകൊണ്ട് യേശു എന്ത് ചെയ്തു? ആ വാക്ക് കേട്ടില്ല. അവിശ്വാസത്തിന്റെ വാക്കുകൾ പറയുന്നവരുമായിട്ട് നമ്മൾ ഒരിക്കലും കൂട്ടുകൂടരുത്. അവിശ്വാസത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നവരുമായിട്ട് നമ്മൾ ഒരിക്കലും കൂട്ടുകൂടരുത്. വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുന്നവരുമായിട്ട് നമ്മൾ ബന്ധപ്പെടണം. നമ്മെക്കുറിച്ച് ആരും എന്തും പറഞ്ഞോട്ടെ, പക്ഷേ അതൊന്നും നമ്മൾ മറുപടി പറയേണ്ട ആവശ്യമില്ല. കാരണം ഏക ഉത്തരമായ യേശു തക്ക സമയത്ത് തന്നെ ഉത്തരം കൊടുക്കുക തന്നെ ചെയ്യും. ഇവിടെ ബന്ധു പറയുകയാണ്, യേശുവിനെ അസഖ്യപ്പെടുത്തണ്ട എന്ന് പറഞ്ഞപ്പോൾ യേശു എന്ത് ചെയ്തു? ആ വാക്ക് കാര്യമാക്കിയില്ല. ഇന്ന് പകൽക്കാലം നിനക്കെതിരായി, നിന്റെ മിനിസ്ട്രിക്കെതിരായി, നിന്റെ ശുശ്രൂഷയ്ക്കെതിരായി, നിന്റെ കുടുംബത്തിനെതിരായി ആരെങ്കിലൊക്കെ എന്തെങ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, അതിനെ ഒന്നും കാര്യമാക്കേണ്ട. യേശു പറഞ്ഞ വാക്കിനെ നീ കാര്യമാക്കി എടുക്കുക, വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വാസത്തിലാണ് ദൈവത്തിന്റെ പ്രവർത്തികളെ ദൈവം തുറന്നു വിടുന്നത്. അതുകൊണ്ട് ഇന്ന് പകലിൽ ആ വിശ്വാസത്തിന്റെ വാക്കുകൾ നീയും ഞാനും സംസാരിക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ നാം പോലും അറിയാത്ത ചില ദൈവപ്രവൃത്തികൾ നമ്മുടെ ഭവനങ്ങൾക്കകത്ത് വെളിപ്പെടും. അതുകൊണ്ട് യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. അതുപോലെ നമ്മളും നമുക്കെതിരായി വരുന്ന വാക്കുകളെ കാര്യമാക്കാതെ വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് മുന്നോട്ട് പോകുവാൻ ദൈവം നിങ്ങളെയും എന്നെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. May God bless you. Jesus loves you. God be with you.